പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് ഖസുറത് ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി. അല്ലാഹുവേ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇസ്ലാമിൻ്റെ ആരാധനാകർമ്മങ്ങൾ, വ്യത്യസ്തങ്ങളായ ഇബാദാത്തുകൾ അത് വർദ്ധിച്ചിരിക്കുന്നു. അതിൽ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കണമെന്നില്ല. രാത്രിയിൽ ഒരാൾക്ക് സുദീർഘമായി നമസ്കരിക്കാം, പല പകലുകളിലും നോമ്പ് നോൽക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്യാൻ എല്ലാവർക്കും സാധ്യമല്ലല്ലോ നബിയെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളൊരമല് പറഞ്ഞു തരണം. എനിക്ക് പതിവായി ചെയ്യാൻ പറ്റുന്ന, ഒരു മടുപ്പുമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അതേ സന്ദർഭത്തിൽ ധാരാളം പ്രതിഫലം നേടിത്തരുന്ന ഒരു അമൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മറുപടി പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് നിന്റെ നാവ് എപ്പോഴും നനവുള്ളതായിരിക്കട്ടെ. നാവ് എപ്പോഴും നനയട്ടെ. എന്തുകൊണ്ട്? അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്ർ കൊണ്ട്. നാം സംസാരിക്കാതിരുന്നാൽ നാവ് ഡ്രൈ ആവും. എന്നാൽ നമ്മുടെ നാവ് ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് എപ്പോഴും നനഞ്ഞു നിൽക്കും. അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നാവ് നനഞ്ഞിരിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിനക്ക് ശാരീരികമായും വലിയ അധ്വാനമില്ല, സാമ്പത്തികമായും വലിയ അധ്വാനമില്ല, അതിന് നിർണിതമായ ഷർത്തുകളില്ല. അഥവാ ഉളു വേണമെന്നോ ഖിബ്ലയുടെ നേരെ തിരിയണമെന്നോ അങ്ങനെയുള്ള ഷർത്തുകളില്ല. ജനാബത്തുകാരനാണെങ്കിലും ആവാം, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉള്ളപ്പോഴാവാം, യാത്രയിലാവാം, നിന്നുകൊണ്ടാവാം, കിടന്നുകൊണ്ടാവാം. പാടില്ലാത്ത ഒരു സ്ഥലമേ ഉള്ളൂ, അത് ടോയ്ലറ്റുകളാണ്, ബാത്റൂം. അവിടെ വെച്ച് പാടില്ല. അതല്ലാത്ത മറ്റേതു സന്ദർഭങ്ങളിലും നിനക്ക് നിർവഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ. അതുകൊണ്ട് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. അള്ളാഹുവിൻ്റെ ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ ദിക്റുകൾ നിരന്തരമായി ചൊല്ലുന്ന ഒരാളായി നീ മാറുക.